ലൈവിൽ ഒരു വമ്പൻ ട്വിസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എല്ലാവരോടും അനൗൺസ് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള പവർ ടീം ദുർബലമാണെന്ന് പ്രേക്ഷകരിൽ നിന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള പവർ ടീമിൽ നിന്നും 2 വ്യക്തികളെ നീക്കം ചെയ്യണം എന്ന് പറയുന്നു. ശരണ്യ, ശ്രീരേഖ, ഗബ്രി, ഋഷി എന്നിവരായിരുന്നു പവർ ടീമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരെയാണ് പവർ ടീമിൽ നിന്നും മാറ്റേണ്ടതെന്ന്. അങ്ങനെ ഡിസ്കഷൻ ഒടുവിൽ ഗബ്രിയെയും ഋഷിയെയും പവർ ടീമിൽ നിന്നും പുറത്താക്കിയാണ്. ഗബ്രിയൊക്കെ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പറയുന്നുണ്ട്, ഞാൻ പവർ ടീമിൽ നിന്ന് മാറിക്കോളാം, ശ്രീരേഖയും ശരണ്യയും നിന്നോളൂ എന്ന് പറയുന്നു. ഏതായാലും ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ കൂടുതൽ കോൺഫിഡൻസ് കിട്ടിയിരിക്കുകയാണ് ഗബ്രിക്ക്. എന്തായാലും ഗബ്രിയും ഋഷിയും പവർ ടീമിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവർക്ക് 2 പേർക്കും പകരം പവർ ടീമിലേക്ക് കയറാൻ ആഗ്രഹമുള്ള വ്യക്തികൾ എഴുന്നേക്കാൻ പറയുന്നു. അനൗൺസ് ചെയ്ത ഉടൻ തന്നെ ചാടി എഴുന്നേക്കുന്നുണ്ട് നന്ദനയും, ജിൻഡോയും, ജാസ്മിനും. ബാക്കിയുള്ളവരൊന്നും ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഇരിക്കുകയാണ്. അവരൊന്നും ഇപ്പോഴും ഗെയിം കളിക്കാനായിട്ട് മുന്നോട്ട് വരികയോ ഗെയിം ഒന്ന് പവർഫുൾ ആയിട്ട് കളിക്കാനായിട്ട് നോക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു. പക്ഷെ നന്ദനയുടെ ആ കോൺഫിഡൻസ് ഏതായാലും അടിപൊളിയായിരുന്നു. പവർ ടീമിൽ വരാൻ ആഗ്രഹമുള്ളവർ ആരാന്ന് ചോദിച്ചപ്പോ തന്നെ നന്ദന ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് പിന്നീടും പറയുന്നു, പിൻവലിയുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല പവർ ടീം എന്ന് പറയുന്നുണ്ട്. പിൻവലിഞ്ഞു നിൽക്കുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല പവർ ടീം, മുന്നോട്ട് വന്ന ശക്തമായി ഗെയിം കളിക്കാൻ വേണ്ടിയുള്ളവർക്കുമാണ് പവർ ടീം എന്ന് പറയുന്നു. ബിഗ് ബോസ് ഇത് പറഞ്ഞതിന് ശേഷം ആലോചിച്ച് സായിയും സിജോയും എഴുന്നേക്കുന്നുണ്ട്. അതും സിജോ ഒരു ഡൗട്ട്ഫുൾ ആയി ആലോചിച്ചാണ് എഴുന്നേക്കുന്നത്. സിജോയ്ക്ക് ഒരു തരത്തിലുള്ള കോൺഫിഡൻസും ഇല്ല. നിലവിൽ നന്ദന, ജാസ്മിൻ, ജിൻഡോ, സായ്, സിജോ എന്നിവരാണ് പവർ ടീമിലേക്കുള്ള പ്രവേശനത്തിനായി മത്സരിക്കാൻ പോകുന്നത്. ഇവരിൽ നിന്നും 2 പേർക്ക് പവർ ടീമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.